ഏകദേശം 1.5 വർഷമായി എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. വൈകാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 100K ഫോളോവേഴ്സ് മാർക്ക് അച്ചീവ് ചെയ്യും. എല്ലാ വർഷവും എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ 2025 ഞാനും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. ഇനി മുതൽ നമ്മുടെ സ്റ്റുഡിയോ ഇതായിരിക്കും. വെൽക്കം ടു ദ ന്യൂ സ്റ്റുഡിയോ ഓഫ് റഹ്മാൻ എഫക്റ്റ്. വൈകാതെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ് മാർക്ക് നമ്മൾ അച്ചീവ് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു ആണ് പറയാനുള്ളത്. ഈ വീഡിയോയിൽ എൻ്റെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വീഡിയോ ക്യാമാണ് എൻ്റെ ഫോൺ. സാംസങ് S23 Ultra ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു SLRൻ്റെ ആവശ്യം ഇതിന് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നല്ല ഓഡിയോ ആണ് അതിന് വേണ്ടതെന്നാണ് ഞാൻ പഠിച്ചത്. അതിനെക്കൊണ്ട് കുറേ കാലമായിട്ട് ഏകദേശം 1 ഇയറിൻ്റെ മേലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വയർലെസ് മൈക്രോഫോണാണ്. യുലാൻസി J11 എന്നാണ് ഇതിൻ്റെ പേര്. 100 dirhams ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഓൾറെഡി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. റിസീവറും ഉണ്ടാവും. ഇതിലാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യണമെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 2 to 3 hours ഇതിനെ ചാർജ് കിട്ടും. ഇത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ പ്രൈമറി സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് GVM എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ P80S എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റാണ്. ഇതിന് 80 watts ആണ് വരുന്നത്. ഇതൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വീഡിയോ ലൈറ്റ് സ്റ്റാൻഡ്, അതിനൊപ്പരം സോഫ്റ്റ് ബോക്സ് എന്ന് പറയും, അതിനൊപ്പരം പിന്നെ ഹണി കോംബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒപ്പരം തന്നെ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, ഇത് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇത് വൺ ഓഫ് ദ മെയിൻ എക്സ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്രോക്സിമേറ്റ്ലി 650 dirhamsൻ്റെ മേലാണ് ഇത് വരുന്നത്. ഇതാണ് വൺ ഓഫ് ദ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിൽ. അതിനുശേഷം സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ZC10S എന്നാണ് പറഞ്ഞു വരുന്നത്. 10 watts ആണ് ഇത് വരുന്നത്. ഇതിന് അപ്രോക്സിമേറ്റ്ലി 115 dirhams ആണ്. ഇത് ഞാൻ ഏകദേശം 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യുലാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. 2500 mAh ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമാണ് LT001. ഇത് വാട്ട്സ് വരുന്നത് 5 watts ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പല കളേഴ്സ് ആക്കാൻ പറ്റും. ഇതും അപ്രോക്സിമേറ്റ്ലി 120 dirhams സെറ്റാണ് വരുന്നത്. ഇത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതും ഏകദേശം 1 year ആയി ഞാൻ പർച്ചേസ് ചെയ്തിട്ട്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മേ ബി സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നതിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ സ്റ്റുഡിയോൻ്റെ ഒരു അസ്തറ്റിക്കിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അതിനൊപ്പം കുറച്ച് ഫേക്ക് പ്ലാൻസും. അതുപോലെ തന്നെ ഈ ഒരു 2 ഫ്രെയിം എൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ഫെയിലിയർ ബ്രിങ്സ് വിത്ത് ഇറ്റ് ദ സീഡ് ഓഫ് ഇക്വാലൻറ്റ് സക്സസ് ബൈ നെപ്പോളിയൻ ഹിൽ. നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഞാൻ ഫസ്റ്റായിട്ട് വായിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഈ ബുക്ക് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ആദ്യത്തെ ഒരു പ്രചോദനം. അതിനുശേഷം അപ്രോക്സിമേറ്റ്ലി 150 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ്. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ച് നെപ്പോളിയൻ ഹില്ലിൻ്റെ കോട്ട്സ് തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ റഹ്മാൻ മീൻസ് അറബിക്കിൽ ഇത് റഹ്മാൻ എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പം എൻ്റെ വൈഫ് കാലിഗ്രാഫി ചെയ്യും. അപ്പം കാലിഗ്രാഫി ചെയ്യുന്നതിനെ കൊണ്ട് അവളുടെ സാധനം തന്നെ ഹാങ് ചെയ്യാന്നുള്ളത് ഞാൻ വിചാരിച്ച്. നിങ്ങൾക്ക് അവളുടെ കാലിഗ്രാഫി ചാനൽ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. _ ഡൂഡ്ലർ എന്നാണ്. ഞാൻ വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് അല്ല യൂസർ നെയിം ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ ട്രൈപോഡിനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞു. ട്രൈപോഡ് ഏകദേശം ഞാൻ 1.5 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല ഏതാണെന്നുള്ളത്. അതും ഏകദേശം 75 dirhams സെറ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പം അപ്രോക്സിമേറ്റ്ലി എല്ലാ സെറ്റപ്പും കൂടിയും നോക്കുമ്പം ഒരു 1000 dirhamsൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം ഏകദേശം ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുകയാണെങ്കിൽ 25,000 rupees വരും. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെ. ഇനി മുതൽ നമ്മളെ സ്റ്റാർട്ടപ്പിന് റിലേറ്റഡും ബിസിനസ് റിലേറ്റഡും പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യാം.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.